തോന്നുന്നു. ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തത് നല്ല റെഡ് കളറായിരുന്നല്ലോ. ഇതിപ്പോ വന്നപ്പോൾ ഒരുമാതിരി ന്യൂഡ് കളറ്. സാരമില്ല, ഇനി ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അടുത്ത പ്രാവശ്യം വാങ്ങുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് തന്നെ വാങ്ങണം. വീട്ടിലുള്ള ഒരു പണിയും ചെയ്യില്ല. നേരം വെളുത്താ തുടങ്ങും മേക്കപ്പ് ഇട്ട് റൂമിൽ കുത്തിരിക്കാൻ. ഇപ്പൊ ശരിയാക്കി തരാം നിന്റെ ലിപ്സ്റ്റിക് ഇടൽ. അയ്യോ, ഇതാരും മമ്മിയോ? കണ്ടിട്ട് എന്റെ പൊന്നുമോൾക്ക് ഇതാരാണെന്നാ തോന്നുന്നത്? രാവിലെ തന്നെ മമ്മി നല്ല ഫോമിലാണല്ലോ. എന്താ മമ്മി, മമ്മിക്കും വേണോ ലിപ്സ്റ്റിക്ക്? ഈ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ഒന്ന് മമ്മി ട്രൈ ചെയ്ത് നോക്ക്. മമ്മിക്ക് ഇത് നന്നായിട്ട് ചേരും. പിന്നെ നേരം വെളുത്തിട്ട് നിന്നെ പോലെ ലിപ്സ്റ്റിക്കും ഇട്ട് അകത്ത് കുത്തിരിക്കലാണല്ലോ എന്റെ പണി. എനിക്കിവിടെ വേറെ ജോലികളൊന്നും ഇല്ലല്ലോ അല്ലേ? ജോലി എടുക്കുന്നതിനെന്താ, മമ്മിയുടെ ജോലി എടുത്തോ. അതിന് ലിപ്സ്റ്റിക് ഒരു തടസ്സമാവത്തേ ഇല്ല. നമ്മൾ നല്ലോണം അണിഞ്ഞൊരുങ്ങി ജോലികൾ ചെയ്താലേ ഒരു കോൺഫിഡൻസ് വരും. അതുകൊണ്ടായിരിക്കും അല്ലേ എന്റെ പൊന്നുമോളി വീട്ടിലത്തെ മുഴുവൻ ജോലിയും ദിവസവും ചെയ്യുന്നത്. നീ ഇവിടെ ദിവസവും അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് കാണുന്നല്ലാതെ ഒരു പണി പോലും ചെയ്യുന്നില്ലല്ലോ. അത് പിന്നെ അതെന്താ, അതിന് നിനക്ക് മറുപടി ഒന്നുമില്ലേ? അത് പിന്നെ ഞാൻ ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്താൽ എന്റെ മേക്കപ്പ് ഒക്കെ ഒലിച്ചു പോകത്തില്ലേ? അത് മാത്രമല്ല, മുറ്റമടിച്ചു വാരിയാൽ എനിക്ക് ടാൻ അടിക്കും, ടാനി. ഇപ്പോഴത്തെ ഒരു ചൂടേ, മുറ്റത്തൊന്നും ഇറങ്ങാനേ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മുറ്റത്തൊന്നും ഇറങ്ങാത്തത്. മുറ്റത്തിറങ്ങാത്തത് അതുകൊണ്ട്. അപ്പൊ അകത്തുള്ള ജോലികളോ? അകത്തുള്ള ജോലികൾ ചെയ്യാൻ മമ്മിയില്ലേ, പിന്നെ ഞാൻ എന്തിനാ ചെയ്യുന്നത്? അത് തന്നെയാ ഞാനും പറഞ്ഞത്. ഒരു ജോലിയും ചെയ്യില്ല, അകത്തിരുന്ന് അവൾ മേക്കപ്പ് ഇട്ട് കുത്തിരിക്കും. അല്ലെങ്കിലും മുറ്റത്തല്ലേ വെട്ടം വെളിച്ചമൊക്കെ ഉള്ളത്. നിനക്ക് അകത്ത് എന്തോരം ജോലികളുണ്ട്. ഒന്നുമില്ലെങ്കിലും അടുക്കളയിൽ വന്ന് 2 പച്ചക്കറികളെങ്കിലും മുറിച്ച് തന്നൂടെ? മമ്മി, പച്ചക്കറി എന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മയായത്. ഇവിടെ കക്കിരി ഉണ്ടോ? കക്കിരിയോ? അതെന്തിനാ, ഇന്ന് നീ പച്ചടി വെക്കുന്നുണ്ടോ? അങ്ങനെ എങ്ങനെ സംഭവിച്ചാൽ ഇവിടെ കാക്ക മലന്ന് പറക്കും. അയ്യേ, പച്ചടി വെക്കാനൊന്നുമല്ല, കുറച്ച് കക്കിരിയെ എന്റെ മുഖത്ത് തേക്കാനാണ്. കക്കിരി വട്ടത്തിലരിഞ്ഞ് കണ്ണിന് ചുറ്റും വച്ചാലേ നല്ല കുളിർമ കിട്ടും. അത് മാത്രമല്ല, കണ്ണിന്റെ ചുറ്റുമുള്ള കറുപ്പുകളൊക്കെ മാറും എന്ന് ഞാൻ ഇന്നലെ ഒരു ഫോണിൻ്റെ അകത്ത് കണ്ടു. അതിനു വേണ്ടിയിട്ടാണ് കക്കിരി, അല്ലാണ്ട് മമ്മിയുടെ പച്ചടി വെക്കാനല്ല. ഇതേ പെണ്ണെ, എനിക്ക് ദേഷ്യം മരുത്ത് കയറുന്നുണ്ട് കേട്ടോ. വീട്ടിലുള്ള ഒരു പണിയും ചെയ്യത്തൂല്ല, എന്നിട്ട് അവൾക്ക് അടുക്കളയുള്ള സാധനങ്ങൾ വേണം പോലും. മര്യാദയ്ക്ക് നിന്നോട് ഞാൻ പറയണത്, ഇവിടെയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിക്കൊള്ളണം. ആ ഷെൽഫൊക്കെ ഒന്ന് നോക്കിക്കേ, ഒക്കെ വാരി വലിച്ചിട്ടിരിക്കുന്നു. അതൊക്കെ പോട്ടെ, നിന്നോടാരാ എന്നോട് ചോദിക്കാതെ ഈ ലിപ്സ്റ്റിക് ഒക്കെ ഓർഡർ ചെയ്യാൻ പറഞ്ഞത്? ഇതിനൊക്കെ നിനക്ക് എവിടുന്ന കാശ്? അത് പിന്നെ അത് ഞാൻ കഴിഞ്ഞ ദിവസം തറവാട്ടിൽ പോയപ്പോൾ അവിടെ നിന്നും എനിക്ക് മുത്തശ്ശി തന്നതാണ്. ഇനി മേലെ കാണട്ടെ, ഓരോ വസ്തു വാങ്ങിച്ചോളൂ. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ ലിപ്സ്റ്റിക്കായി ഉപയോഗിച്ചിരുന്നത് വർണ്ണക്കടലാസായിരുന്നു. ഇതിപ്പോ തീരുമ്പം ഓരോരോ ഷെയ്ഡ് നോക്കി ലിപ്സ്റ്റിക് വാങ്ങി ഉപയോഗിക്കൽ. എന്നിട്ട് അതൊക്കെ മുഖത്തിട്ടിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടോ? മമ്മി, ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാതെ, എന്റെ കോൺഫിഡൻസ് മുഴുവൻ നഷ്ടപ്പെടുന്നു. ഇനി ഇപ്പോൾ അങ്ങനെ പറഞ്ഞു, നിന്നെ ശരിയാക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. പെണ്ണെ, ഞാൻ മര്യാദയ്ക്ക് പറയാ, ഈ വീട്ടിൽ തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലികൾ മുഴുവൻ നീ ചെയ്യണം. നാളെ മുതൽ മേക്കപ്പ് ഇട്ട് അകത്ത് കുത്തിരുന്നാലേ എന്റെ തനി സ്വഭാവം നീ അറിയും. വേണ്ടാന്ന് വെക്കുമ്പോ പെണ്ണെ തലയിൽ കയറി കൊത്താ. എന്തോരം പണികളുണ്ട് ഇവിടെ. സ്കൂൾ വെക്കേഷൻ ഒക്കെ അല്ലേ, ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാനും അടുക്കി വെക്കാനും ഒതുക്കി വെക്കാനൊക്കെ പറ്റൂ. ആരോട് പറയാൻ? ഇന്നൊരു ദിവസം കൂടെ ഞാൻ നോക്കും. നാളെ മുതൽ എല്ലാത്തിനും നീയും എൻ്റെ കൂടെ പണിക്ക് ഇറങ്ങിക്കൊള്ളണം. അല്ലെങ്കിലേ മേക്കപ്പ് നീ ഇടേണ്ടി വരില്ല, ഞാൻ തന്നെ നിന്റെ മുഖത്ത് ഓരോരോ ഷേപ്പ് വരുത്തിക്കോളും. പറഞ്ഞില്ലാന്ന് വേണ്ട. പണി പാലും വെള്ളത്തെ കിട്ടിയല്ലോ. വെക്കേഷൻ ആവണ്ടായിരുന്നു, ഇതിലും നല്ലത് സ്കൂൾ തന്നെയാ. എന്തായാലും ഇനി വരുന്നിടത്ത് വെച്ച് കാണാം.